സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഓരോ ദിവസവും പുതിയ പുതിയ വിഷയങ്ങളായിരിക്കും ഉയർന്നു വരിക. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായി PV അൻവർ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി നിലമ്പൂരിൽ മാറിക്കഴിഞ്ഞു. നോമിനേഷൻ കൊടുത്തതോടെ ഇടത് വലത് മുന്നണികൾ PV അൻവറിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയാതെ വരുന്നതോടെ ആ വിവാദം അവസാനിക്കുമെന്നാണ് യഥാർത്ഥത്തിൽ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. അൻവർ മുന്നോട്ട് ഉന്നം വെച്ച് ചില കളികൾ കളിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം മുഹമ്മദ് റിയാസിനെതിരെ ദേശീയപാതയിൽ അഴിമതി നടത്തിയിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ എന്തെങ്കിലും തെളിവുകളോ അങ്ങനെ കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിരുന്നില്ല. തൊട്ടിപ്പുറത്ത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഉന്നയിക്കുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കരാറുകാരിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പണം വാങ്ങിയിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിട്ടുണ്ട് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതിൽ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കോൾ റെക്കോർഡ് തൻ്റെ പക്കലുണ്ട്. നിലമ്പൂരിൽ വീഡിയോ TV ഫിറ്റ് ചെയ്തുകൊണ്ട് ഇത് ജനങ്ങളെ വേണ്ടി വന്നാൽ കാണിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും വേണ്ടി വന്നാൽ കാണിക്കുമെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഇന്ന ദിവസം ഇന്ന സമയത്ത് കാണിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഗുരുതരമായ ആരോപണമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഇത്തരം ആരോപണങ്ങൾ അൻവറിനെ പോലൊരാൾ ഉന്നയിക്കുമ്പോൾ അതൊരു ഉണ്ടയില്ല വെടിയാകാനുള്ള സാധ്യതയാണോ ഉള്ളത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അൻവറിൻ്റെ ചില മുൻകാല രീതികൾ നോക്കിക്കഴിഞ്ഞാൽ അൻവർ ഇത്തരം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ, ഇപ്പോൾ നമുക്കറിയാം SP സുജിത് ദാസിൻ്റെ കോൾ റെക്കോർഡ് പുറത്തുവിട്ട സംഭവം അതായിരുന്നു ഈ വിഷയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവം. അതിനുശേഷം ഈ ചില സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് സുജിത് ദാസ് കേസ് ഒതുക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ച ചിലരുടെ പ്രതികളായവരുടെയോ അല്ലെങ്കിൽ അത്തരം കുടുംബാംഗങ്ങളുടെയൊക്കെ ചില ഓഡിയോ സന്ദേശങ്ങളോ അല്ലെങ്കിൽ അവരുടെ ചില പ്രതികരണങ്ങളോ ഒക്കെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തുകൊണ്ട് പോയി പല നീക്കങ്ങളും അൻവർ നടത്തി. പക്ഷേ അതൊക്കെ ആ സമയത്ത് വാർത്തയായി എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് പിന്നീടൊന്നും സംഭവിച്ചില്ല. അതൊക്കെ ഒരു എന്തൊക്കെയോ ആരോപണമായി അങ്ങ് അന്തരീക്ഷത്തിൽ അവസാനിച്ച് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഈ മുഹമ്മദ് റിയാസിനെതിരെ തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പുറത്ത് വിടേണ്ടി വരും. വെറുതെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും പറയാൻ കഴിയുമോ? അതായത് സ്വാഭാവികമായിട്ടും UDF അടക്കം ഒരു ആരോപണം വീണ്ടും BJP അടക്കം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. തെളിവുണ്ടെന്ന് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല എന്ന ഗുരുതരമായ ചോദ്യമായിരിക്കും ഇനി ചോദിക്കാൻ പോകുന്നത്. അൻവറിൻ്റെ പക്കലുണ്ടെങ്കിൽ അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ നിർണായകമായൊരു സംഭവമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ ഇപ്പം മുഹമ്മദ് റിയാസിനെ കുറിച്ച് വേറെ ആരെങ്കിലും പറയുന്ന ഓഡിയോ റെക്കോർഡൊക്കെ ആകാം കേട്ടോ. അതിനപ്പുറത്തേക്ക് മുഹമ്മദ് റിയാസിൻ്റെ ശബ്ദ രേഖ ഉണ്ട് എങ്കിൽ അത് കാര്യങ്ങൾ അല്പം കൈവിട്ടു പോകുന്ന നിലയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമൂലം സംഭവിക്കുക ഒരു പക്ഷേ വലിയ രീതിയിൽ അത് UDFന് ഗുണമാകും എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അപ്പോൾ അൻവർ മത്സരിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആത്യന്തികമായ ഗുണഭോക്താവ് UDF ആകാനാണ് സാധ്യത. കാരണം സർക്കാരിനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്ന ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ, പ്രതിപക്ഷ മുന്നണി എന്ന നിലയിൽ അത് UDF ആണ്. സ്വാഭാവികമായി ഇപ്പോൾ സാധാരണ പലപ്പോഴും ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ BJP കൊണ്ടുവരുന്ന ആരോപണത്തിൻ്റെ പോലും ഗുണം ഒരുപക്ഷെ CPMനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒക്കെയാണ് കിട്ടുക. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയ സമരങ്ങൾ നടത്തിയത് BJP ആയിരുന്നു. പക്ഷേ ആത്യന്തികമായി അതിൻ്റെ ഗുണം ലഭിക്കുക ഒരു പരിധിവരെ കോൺഗ്രസ്സിനായിരിക്കും എന്നുള്ളതാണ്. സാധാരണ BJPക്ക് സീറ്റുകളൊന്നും കിട്ടുന്ന സാഹചര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഇവിടെ എടുത്ത് പറയാനുള്ളത്, ഇക്കാര്യത്തിൽ അൻവറിൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് പുറത്തു വിടേണ്ടി വരും എന്നത് തന്നെയാണ്. വെറുതെ പൊട്ടിച്ചൊരു വെടിയാണെങ്കിൽ ഈ പൊട്ടിക്കുന്ന കാര്യങ്ങൾ ചുമ്മാ വഴിവക്കിൽ നിന്നുകൊണ്ട് പറയുന്ന കമൻറ്റുകളായി മാത്രം അവസാനിക്കും. അത് അൻവറിന് തന്നെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം ഏതെങ്കിലും സമയത്ത് പറയുന്ന പോലെയല്ലോ, ക്രെഡിബിൾ ആയിട്ടുള്ള ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉന്നയിച്ചില്ല എങ്കിൽ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എങ്കിൽ ജനത്തിന് തന്നെ പിന്നീട് അവിശ്വാസമായിരിക്കും ഇത്തരം രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് ഉണ്ടാകുക. അൻവറിൻ്റെ കാര്യത്തിലും അങ്ങനെയെങ്കിൽ അത് തന്നെയായിരിക്കും സംഭവിക്കാൻ സാധ്യത. എന്തായാലും പ്രതിപക്ഷ നേതാക്കളെക്കുറിച്ച് പലരെക്കുറിച്ചും തൻ്റെ കയ്യിൽ പല തെളിവുകളുണ്ടെന്നാണ് അൻവർ പറയുന്നത്. പ്രതിപക്ഷത്തെ മറ്റേതെങ്കിലും നേതാക്കളെക്കുറിച്ച് തെളിവുണ്ടോ, അത്തരം സാധനങ്ങൾ അൻവറിൻ്റെ കയ്യിലുണ്ടോ എന്നൊക്കെയുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ കാണാം.
എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അൻവർ എന്ന ചർച്ച അവിടെ അവസാനിപ്പിക്കാൻ അൻവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് അൻവറിൻ്റെ ഈ പ്രതികരണങ്ങൾ എന്ന് തന്നെ നമ്മൾ നിസ്സംശയം പറയേണ്ടി വരും. അതായത് അൻവർ ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വാർത്തയാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അൻവർ വാർത്തയാകുക എന്ന് പറയുമ്പോൾ അൻവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ആരാണ്? ഒരു കാര്യം ഉറപ്പാണ്, അൻവർ തോൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി അത് ഒരു പക്ഷേ ആര്യടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും. അത് ഷൗക്കത്തുമായുള്ള ഒരു പ്രശ്നം എന്നതിനപ്പുറം വി ഡി സതീശനുമായി തന്നെ വലിയൊരു കൊമ്പ് കോർക്കുന്ന UDF ആണ് ഫലത്തിൽ വലിയ ശത്രുവായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ പിടിക്കുന്ന വോട്ടുകൾ, അൻവർ സെറ്റിൽ ചെയ്യുന്ന വോട്ടുകൾ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളൊക്കെ പരമാവധി ശേഖരിക്കാനുള്ള വലിയ ശ്രമം തന്നെയായിരിക്കും അൻവർ നടത്തുക. അൻവറിൻ്റെ ലക്ഷ്യം ഒരു 25,000 വോട്ട് പിടിച്ചാൽ തന്നെ അൻവർ അവിടെ ജയിച്ചു എന്നതാണ് അൻവറിൻ്റെ ഒരു വ്യക്തിപരമായ കണക്കുള്ളത്. പോട്ടെ 25,000 ഇല്ലെങ്കിലും അൻവർ നേരത്തെ പലയിടത്തും സ്വതന്ത്രനായൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഒക്കെ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ച ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ഏകോപിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് അൻവറിൻ്റെ ഒരു ശൈലിയാണ്. ഒരു കാര്യം കൂടി ഉള്ളത്, അൻവർ സെൻറ്റിമെൻറ്റ്സ് ആണ് അൻവറിൻ്റെ പ്രധാനപ്പെട്ട. കയ്യിൽ പണമില്ല എന്നൊക്കെയുള്ള സെൻറ്റിമെൻറ്റ്സ് അടിച്ചുകൊണ്ടാണ് ആദ്യം മത്സരം എങ്ങനെ മത്സരിക്കും എന്നൊക്കെ ചോദിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അൻവറിൻ്റെ തെരഞ്ഞെടുപ്പ് പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച ആസ്തിവിവര കണക്കിൽ അൻവർ ഒരു കോടീശ്വരനാണ് എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ വന്നിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരേപോലെയാണ്. അതായത് തൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുകയും ഇപ്പുറത്ത് കോടീശ്വരനാണ് തെളിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അൻവറിനെ സംബന്ധിച്ച് മുഹമ്മദ് റിയാസിനെതിരെ തെളിവുണ്ടെങ്കിൽ അത് പുറത്ത് വിടുക തന്നെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അൻവറിന് തന്നെയായിരിക്കും അത് തിരിച്ചടി ഉണ്ടാകുക. എന്തായാലും UDFും LDFും ഒരു പുതിയ തന്ത്രം അൻവറിന് മറുപടി കൊടുക്കണ്ട എന്നുള്ള തന്ത്രമാണ് പയറ്റുന്നത്. കാരണം LDF UDF ഫൈറ്റ് എന്ന നിലയിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്ന് അൻവറുമായിട്ടുള്ള ഒരു ഫൈറ്റ് എന്ന നിലയിലേക്കൊരു വ്യാഖ്യാനം പോകുന്നത് തങ്ങൾക്ക് ഗുണമാകില്ല എന്ന് LDFും UDFും വിലയിരുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പുറത്ത് BJPയും അങ്ങനെ വാർത്തകളിൽ കാര്യമായി ഇടം പിടിക്കുന്ന ഒന്നുമില്ല. BJPക്ക് പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട മണ്ഡലമല്ല. പക്ഷേ പരമാവധി വോട്ടുകൾ കൂടുതലായി നേടിയെടുക്കുക എന്ന തന്ത്രം തന്നെയായിരിക്കും അവരെ സംബന്ധിച്ച് ഉണ്ടാകുക. അതിനുവേണ്ടി വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിപാടികൾ, ചില തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അവിടെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നേരിടുന്ന അവഗണന, ഇതൊക്കെ തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് ആവർത്തിച്ചതിലൂടെ അവർ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. വികസനത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യുക എന്ന് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അൻവർ പല ആയുധങ്ങളും കയ്യിൽ വെച്ചാണ് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന സൂചനയാണ് നൽകുന്നത്. അത് വെറും സൂചനയാണോ നനഞ്ഞ പടക്കമാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അത് കമൻ്റായി പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.